പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത് ഏറ്റവും വലിയ വചനം അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനം, 12 മുതൽ 15 വരെ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പരിശുദ്ധാത്മാവാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അറിയിച്ചു തരും. അവൻ എനിക്കുള്ളവയെന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 16:16-17 അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അർത്ഥം വലിയ അഭിഷേകത്തിൻ്റെ വാക്കാണ്. അതായത് ഈശോയുടെ പീഡാസഹനത്തിന് തൊട്ട് മുമ്പുള്ള വചനമാണ്. ഈശോ അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുക, വീണ്ടും അല്പസമയം. ഏതാണ്ട് ഈ അല്പസമയം കഴിഞ്ഞ് കാണുകയില്ല വെച്ചാൽ എന്താ? ഈശോയുടെ മരണം, ഈശോൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള കാണുകയില്ല. പക്ഷെ വീണ്ടും അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്ന് വെച്ചാൽ ഉത്ഥാനത്തിന് ശേഷമുള്ള പെന്തക്കോസ്ത് അനുഭവം അവിടെ ഇല്ല, നിങ്ങൾ എന്നെ കാണും. ശരിക്കും ഇപ്പോൾ ഈശോയിൽ ജീവിക്കുന്ന സഹോദരങ്ങൾക്കറിയാം, നല്ല പ്രാർത്ഥനാ ജീവിതം. എനിക്ക് നെൽസസിനെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥനാപൂർവ്വം തന്നെ ശുശ്രൂഷ നടത്തുന്നുണ്ട്. ജോലി മേഖല ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു പോരുണ്ട്. ഈ സമയത്ത് അവരവരുടെ കുടുംബത്തിലാണെങ്കിലും ഒരുപാട് ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇതിനെല്ലാം നടുവിലൂടെ ഇവർ പോകുന്ന പല ആളുകളും അവർക്ക് പരിശുദ്ധ അഭിഷേകം. ശരിക്കും ഈ കാലയളവിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കടന്നു വരണം. പരിശുദ്ധാത്മ അഭിഷേകം കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകം കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. പൈശാചിക പീഡകൾ നമ്മളെ പിടിക്കും, അസ്വസ്ഥതകൾ വരും, ബന്ധനങ്ങൾ വരും, പൈശാചിക പീഡകൾ, ഒരുപാട് തകർച്ചകൾ വരും. അപ്പോൾ ശരിക്കും ഇവിടെ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്ന ദിവസം നമ്മൾ ആയിരിക്കുമ്പോൾ ഈ പരിശുദ്ധാഭിഷേകം, അതുപോലെ ഇപ്പോൾ കോവിഡ്, ഈ വലിയ ദുരന്തം വരുമ്പം ഇതൊക്കെ ദൈവത്തോട് ചോദിക്കണം നമ്മൾ. ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള അർത്ഥം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ശരിക്കും പ്രശ്നങ്ങളുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജ്ഞാനത്തിലൂടെ തരും. ഇതിൻ്റെ അർത്ഥം, ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ അടയാളങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ, ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈശോ അനുഭവിക്കാൻ പറ്റും. അതാണ് മറ്റൊരു വാക്ക് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 15:10-11 വചനം പൗലോസ് പറയും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അവിടെ നിന്നെ വെച്ചൊരിഞ്ഞ് കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ശരിക്കും പൗലോസ് ശ്ലീഹായിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ശരിക്കും ഈശോ അനുഭവിക്കാൻ പറ്റുന്നത്. ഈശോയ്ക്ക് ആ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും അപമാനങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരപ്പെടലിൻ്റെയും ഒക്കെ നടുവിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആണ്. പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നോക്കി എന്തെല്ലാം യാത്രകളും, ഇതെല്ലാം പ്രശ്നങ്ങളും, ഇതെല്ലാം വിഷമങ്ങളും, അതിൻ്റെ എല്ലാം നടുവിലൂടെ പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം പൗലോസ് ശ്ലീഹായിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനം. ശരിക്കും ആ അനുഭവം നമുക്ക് കിട്ടാനും പ്രാർത്ഥിക്കാം. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗ് അധികാരികളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ശരിക്കും ആ മിന്നലൊളി, ആകാശത്തൊരു മിന്നലൊളി വന്നിട്ട് അവൻ്റെ മേൽ വന്ന്
ആവസിച്ചു, അല്ലെങ്കിൽ അവനെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അപ്പോസ്തല 2 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനത്തിൽ കാണുന്ന സ്വർഗ്ഗത്തു നിന്നൊരു അഗ്നി ഇറങ്ങി വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാളങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തൊട്ടപ്പോഴാണ് ഈശോ അവനെ വിളിക്കുന്നത് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പും ഈശോ അനേക തവണ അവനെ വിളിക്കുന്നുണ്ട്. സാവൂൾ സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നുവെന്ന് അനേക പ്രാവശ്യം വിളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം. പരിശുദ്ധാത്മാവ് തൊട്ട് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഈശോയുടെ ശബ്ദം ഈശോയെ തിരിച്ചറിഞ്ഞു. അവൻ പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് ആരാണ്? കർത്താവേ അങ്ങ് ആരാണെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്, കർത്താവേ അങ്ങ് ആരാണ് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ സാവൂൾ സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ മറുപടിയുണ്ട്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പിന്നെ അവനെ അറിയാം. ആ നിമിഷം എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക, ഇരുന്ന് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിന്നെ അറിയിക്കും. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തു. 3 ദിവസം ഭക്ഷിക്കുകയോ പാനം ചെയ്തതിൽ അവന് കാഴ്ചയൊന്നുമില്ല. അക്കാരണത്ത് സ്വർഗ്ഗത്തു നിന്ന് മിന്നലൊളി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ ബുദ്ധിയിലെ അന്ധകാരം മാറ്റി, അവൻ്റെ അസ്വസ്ഥതകൾ മാറ്റി, അവൻ തടസ്സങ്ങൾ മാറ്റി. അപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വലിയ അനുഭവം ഉണ്ടായപ്പോൾ, സ്പർശിച്ച അനുഭവം ഉണ്ടായപ്പോഴാണ് ഈശോയെ കേൾക്കാനും കാണാനും പറ്റുന്നത്. അവൻ്റെ ബന്ധനമെല്ലാം അവൻ്റെ ശരിക്കും അറിഞ്ഞു. അപ്പോഴാണ് അവൻ പോയി ഉപവസിച്ച് 3 ദിനങ്ങൾ അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഈശോ 3 ദിനങ്ങൾ ഈശോ കല്ലറയ്ക്കുള്ളിൽ കഴിയുന്ന പോലെ തന്നെ ഇവനും ഇവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ 3 ദിനങ്ങൾ അവൻ അതിശക്തമായ പ്രാർത്ഥനയിൽ അവൻ കഴിയുന്നത് കാണാൻ പറ്റും. അതിനുശേഷം അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവിനെ വിളിച്ചു. അനനിയാസ്, അവൻ വിളി കേട്ടു, കർത്താവേ ഇതാ ഞാൻ. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ദൈവം വിളിക്കുന്ന സ്വരം കേൾക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ദൈവാനുഭവങ്ങൾ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഹൃജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗീയ അനുഭവം പൗലോസ് ഉണ്ടാകുമ്പോൾ അവനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരാളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുവരെ പ്രാർത്ഥിക്കത്തില്ല. ശരിക്കുള്ള പ്രാർത്ഥന ആരംഭിക്കുക. പ്രാർത്ഥന വിശ്വാസമായി. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായി. അപ്പോൾ അതായത് സാവൂൾ ദർശനമുണ്ടായിരിക്കുകയാണ്. എന്താണ്? അനനിയാസ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ തലയിൽ കൈകൾ വയ്ക്കുന്നതായിട്ട്, അതായത് അനനിയാസ് സഭയുടെ ശ്രേഷ്ഠനാണ്. അപ്പോൾ സഭ അവൻ്റെ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് സഭയിലൂടെ പരിശുദ്ധ അഭിഷേകം അതിന് പൂർണ്ണതയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നെല്ലാം അഭിഷേകം കിട്ടിയാലും അഭിഷേകങ്ങൾ പൂർണ്ണതയിലെത്തുന്നത് തിരുസഭ നമ്മുടെ മേൽ കൈകൾ വെച്ച് കഴിയുമ്പോഴാണ്. അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവൻ ദൈവജനത്തിനെതിരായി എത്രമാത്രം തിന്മകൾ, വിശുദ്ധർക്കെതിരെ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ അനന്യാസ് സ്വപ്നത്തിൽ ദൈവത്തോട് പറയാ, അവനെക്കുറിച്ച് കേട്ടു, അവൻ ചെയ്തിട്ടുള്ള പ്രവർത്തികളും തിന്മ പ്രവർത്തികളെല്ലാം കേട്ടിട്ടുണ്ട്. മുഴുവൻ അവന് അപകടം പിടിച്ചയാളാണ്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. ഇവിടെയുള്ളവരെയും അവൻ ബന്ധിച്ച് ജയിലിടാനുള്ള അധികാരവും അതിനുള്ള ഓർഡറൊക്കെ മേടിച്ചു വച്ചിരിക്കുകയാണ്. കർത്താവ് അനനിയാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഇസ്രായേൽ മക്കളുടെയും വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഒരു തിരഞ്ഞെടുപ്പ്, എന്തൊരു അഭിഷേകം നോക്കി. അവനെ തിരഞ്ഞെടുത്തിരിക്കുക രാജാക്കന്മാരുടെ മുമ്പിൽ, ചക്രവർത്തിമാരുടെ മുമ്പിൽ, ഭുജാതിയുടെ മുമ്പിൽ, ഇസ്രായേൽക്കാരുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ, ഈശോയുടെ നാമം വഹിക്കാൻ, ഈശോയുടെ പ്രതിപുരുഷനാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പാത്രമാണവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന്
അവനെ കാണിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി, അതായത് ഈശോ പറയും, ഞാൻ എടുത്ത അതേ സഹനം അത് അവന് കൊടുക്കണം. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കലാണ്, അഭിഷേകത്തിൻ്റെ ശക്തിയാണിത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒഴുകിക്കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന വലിയ ചേഞ്ചാണിത്. ഈ ഒരു മാറ്റം നമ്മൾ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ശരിക്കും ഇന്ന് നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിനുള്ള ദിവസങ്ങളായിട്ട് ഈ ദിവസമായിട്ട് കാണണം. ഈ ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ സംഭവിക്കാൻ വേണ്ടി. ഈ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പെന്തക്കോസ്തായുടെ ഞായറാഴ്ചയായിട്ട് അനുഭവിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിലൂടെ തുടരുകയാണ്. ഈ അഭിഷേകം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു. അന്ന് ശരിക്കും പരിശുദ്ധ അഭിഷേകം കിട്ടുകയുമ്പോൾ മണിക്കൂറുകളൊന്ന് പ്രാർത്ഥിക്കും, സ്തുതിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴാണ് ദൈവം തന്നെ അടുത്ത കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ദൈവം ഇവനെ സാവൂളിനെ തിരഞ്ഞെടുക്കാൻ ദൈവം അടുത്ത കാര്യം ക്രമീകരിക്കുന്നത് സാവൂളല്ല, ദൈവമാണ് ക്രമീകരിക്കുന്നത്. അനനിയാസിനെ തിരഞ്ഞെടുത്ത് അവൻ്റെ അടുക്കിലേക്ക് അയക്കുന്നതും അവൻ്റെ മേൽ കൈകൾ വെക്കാനായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കും ദൈവം ചെയ്യാം. പരിശുദ്ധമായ പ്രവർത്തനം ഇവിടെ വേണ്ടത് തിരഞ്ഞെടുപ്പാണ്. ഈ ദൈവത്തിൻ്റെ പദ്ധതി തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് നമ്മൾ കാരണമായി തീരണം. ആ അഭിഷേകം കിട്ടാൻ തക്കവണ്ണം നമ്മൾ ഇവിടെ ഹൃദയവും മനസ്സൊക്കെ ഒരുങ്ങണം. നമ്മൾ വചനം പറയുക, കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ പാത്രം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു. എൻ്റെ നാമത്തെ അവൻ സഹനം കൊടുക്കും. അവന് എൻ്റെ അതേ സഹനം, അവൻ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കുറവുകൾ കാണാം, അതിനൊക്കെയുള്ള പരിഹാര ബലി അർപ്പിക്കാൻ ഈശോയ്ക്കുണ്ടായ അതേ സഹനാനുഭവങ്ങൾ, പീഡാനുഭവം, കുരിശുമരണങ്ങൾ ഒക്കെ അതിലൂടെ കൊണ്ടുപോകും. പക്ഷെ അതിലൂടെ കൊണ്ടുപോകുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശോയുടെ ആത്മാവ് അവന് നിപ്പുണ്ട്. അതുകൊണ്ട് ആ സഹനങ്ങളൊക്കെ അവന് സന്തോഷത്തോടെ എടുക്കാനായിട്ട് അവന് സാധിക്കും. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുന്ന അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, വിളിക്കുക, സഹോദരനായ സാവൂൾ. അതായത് പരിശുദ്ധാത്മാവിലാണ്, നമ്മുടെ പരിശുദ്ധാത്മാവ് കിട്ടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സഹോദരന്മാരായിട്ട്. അതാണ് സഭയിലുള്ള നമ്മൾ തിരുസഭയിൽ ഓരോരുത്തരും നമ്മൾ സഹോദര ഒരാത്മാവാണ്. ഒന്ന് കുറച്ച് 1:10 അനോയിൻറ്റിങ്, ഫിലിപ്പി 2:1-5 അനോയിൻറ്റിങ്, ഒരേ ആത്മാവിൻ്റെ അഭിഷേകം. അപ്പോസ്തല പ്രവർത്തനം 1:14 ഏക മനസ്സ്, ഒരാത്മാവ്, ഒറ്റ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. 1 കൊരിന്തോസിൻ്റെ 12 4, 5, 6, 7 വചനം, ഒരാത്മാവ് പ്രവർത്തിക്കുക. ഈ അരൂപിയുടെ പ്രവർത്തനം നടക്കും. അപ്പോൾ അരൂപി നടക്കുമ്പോൾ കൂടെയുള്ളവനെ പരിശുദ്ധാത്മാവ് കിട്ടിയ ആളെ വിളിക്കുന്ന പേര് സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഇതാ മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു, ഇതാ നിന്നെ അഭിഷേകം, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെ എന്നെ നിയോഗിക്കുക ഉണ്ടോ, കൈവെക്കാൻ നിയോഗിക്കുക, അഭിഷേകം ചെയ്യാൻ നിയോഗിച്ചു വിട്ടു. അവിടെ അനോയിൻറ്റിങ് സംഭവിക്കുന്നു. അനനിയാസിനെ ദൈവം പറഞ്ഞയക്കുക, സഭയുടെ ശ്രേഷ്ഠനെ പറഞ്ഞയക്കുക. ആ ദൈവിക പ്രേരണയാണ് ഇവിടെ ഒന്നും മനുഷ്യരല്ല ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ ഒന്നും മനുഷ്യരില്ല, ദൈവം മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധം മാത്രമാണ്. ശരിക്കും പരിശുദ്ധ അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും അവനെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് കൈപിടിച്ച് നടത്തുന്നത്. ദൈവിക രഹസ്യങ്ങളാണ് സംഭവിക്കുന്നത്. അവനെല്ലാം ചെയ്യുന്നത്. ഈ അഭിഷേകം കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സ്വർഗീയമായ കൃപകൾ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ പറയാണ്, വചനം പറയുന്നു, അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞ്, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അതാണ് പരിശുദ്ധാത്മ അഭിഷേകം ചെന്നപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അടർന്നു വീണു. ഇതുതന്നെയാണ് യോഹന്നാൻ 19:34. പടയാളിൽ ഒരുവൻ കർത്താവിന് തിരുവില്ലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ചോരയും വെള്ളം, ചോര ജീവൻ്റെ അടയാളം, ജലം പരിശുദ്ധാത്മാവിൻ്റെ അടയാളം. അത് ലോങ്കിനസ് എന്ന് പറയുന്ന ഒറ്റക്കണ്ണൻ്റെ കണ്ണിലേക്ക് ഒഴുകപ്പെട്ടപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു. ഇവിടെ അതുപോലെ തന്നെയാണ് അനനിയാസ് സാവൂൾ എന്ന് പറയുന്ന ആളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ നിറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു. ഇതെന്ന് വെച്ചാൽ ദൈവത്തെ കാണാൻ, ഈശോയാണ് ദൈവമെന്ന്, ഈശോയാണ് കർത്താവെന്ന്, ഈശോയാണ് രക്ഷകനെന്ന്, ഈശോയിലൂടെയാണ് രക്ഷയെന്ന്, ഈശോ ഉദ്ധിതനാണെന്ന്, ഈശോ ജീവിക്കുന്നുണ്ടെന്ന്, നിത്യജീവിതമുണ്ടെന്ന്, സ്വർഗമുണ്ടെന്ന്, നിത്യശിക്ഷ പോലും ഉണ്ടെന്ന്, സ്വർഗവും നരകവും എല്ലാം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാ ദൈവിക രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുന്നു. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാനായിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം, ദാഹിക്കണം. ഈ പൗലോസിനുണ്ടായ അതേ സ്വർഗീയ അനുഭവം നമുക്ക് കിട്ടാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ദൈവത്തിന് കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും, ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അത് ശക്തമായിട്ട് പെയ്തിറങ്ങട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അഭിഷേകം പെയ്തിറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലുകളും അത് ശക്തമായിട്ട് ഓരോ വ്യക്തിയുടെ മേലും പെയ്തിറങ്ങട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനം പറയുക, ഉടനെ തന്നെ ചെതുമ്പുല പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകൾ നടന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സഭയിലൂടെ അതെല്ലാം പൂർത്തീകരിക്കുക. തനിക്ക് അഭിഷേകം കിട്ടും, തനിക്ക് വിളി ലഭിക്കും, തന്നെ പരിശുദ്ധ എല്ലാം പരിശുദ്ധ മുഴുവൻ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പൗലോസ്ലീഹായെ മാത്രം ദൈവം ഇതുപോലെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കാരണം അവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ അറിവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു പ്രശ്നം അവനില്ല. അവൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, നിയമപ്രകാരം ഫരിസയൻ. തീഷ്ണത കൊണ്ടാണ് അവൻ്റെ യഹൂദ മതത്തിനോട് തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. അപ്പം സഭയെ തീഷ്ണത കൊണ്ട് എന്തും ചെയ്യുന്നവന്. അപ്പോൾ ഈശോയുടെ സ്നേഹം പറഞ്ഞാൽ തീഷ്ണതയോടെ അവൻ സ്നേഹിക്കുന്നവന്. അപ്പോൾ എന്തിനോടും ആത്മാർത്ഥതയുള്ളവന്, വാക്ക് പറയാൻ പാലിക്കുന്നവന്, വിശ്വസ്തനായവനാണ് അവൻ. രണ്ട് സ്വഭാവമില്ല അവന് സാഹചര്യം അനുസരിച്ച് മാറുന്നവനല്ല. ഒരു കാര്യം സത്യമാണെന്ന് അവന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ ആ സത്യത്തിന് വേണ്ടി അവൻ ജീവിതം മുഴുവൻ കൊടുക്കുകയാണ്. അവൻ ആരെയും പേടിക്കുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. ദൈവിക കൃപകളും ദൈവികമായ അനുഗ്രഹങ്ങളും അത് ശക്തമായിട്ട് ഒഴുകുകയാണ്. വീണ്ടും വചനം പറയാ, ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യരോട് കൂടെ കുറേ ദിവസം താമസിക്കും. അവൻ പോയി താമസിക്കുക, ശിഷ്യന്മാരുടെ കൂടെ ഈശോയെക്കുറിച്ച് പഠിക്കുക, ഈശോ അറിയുക. അവനെ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഈശോനെ അനുഭവം കിട്ടുക. സ്വർഗീയം കണ്ടത് മുഴുവൻ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. ഈ അനുഭവം നമുക്കും കിട്ടാൻ ആഗ്രഹിക്കാം. തകർന്ന മക്കളെ ഓരോരുത്തരും ഈശോ നിന്റെ മുന്നിൽ തരുന്ന വിഷയം. സാമ്പത്തിക കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന കുടുംബങ്ങൾ തീർച്ചയായും ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത കൊണ്ട് തടഞ്ഞിട്ടുള്ളത്. ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും കർത്താവ് നിനക്ക് തീർച്ചയായും ഈശോയെ രോഗികളായ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ധ്യാനം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാരെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഓട്ടിസം, ഹൈപ്പർ, സ്പെഷ്യൽ ചിൽഡ്രൻസിനെ മൊത്തം ഈശോയെ നിന്റെ മുമ്പിലേക്ക് കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ പൊരുത്തമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹവും ഐക്യമില്ലാത്ത കുടുംബങ്ങൾ, പരസ്പര സഹകരണമില്ലാത്ത ഭവനങ്ങൾ എല്ലാം ഈശോയെ സമർപ്പിച്ചു. വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, മ്ലേച്ഛ ചിത്രങ്ങൾ, പടങ്ങൾ ഇവയ്ക്ക് അടിമകളായി ഇതിൽ പെട്ടുകിടയുന്ന മാരക പാപം ചെയ്ത് ജീവിക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഈശോയെ നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു. ഈശോയെ ഓരോരുത്തരും തരുന്ന ഈശോ ഏറ്റെടുക്കണം. ഈശോയെ കരുണയുണ്ടാകണമെന്ന്, ബന്ധനം അഴിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈശോയെ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ്, ചില ഫ്രണ്ട്ഷിപ്പുകൾ, സത്താൻ്റെ മ്യൂസിക്കുകൾ, സത്താൻ്റെ മേഖലകൾ കഴിയുന്ന നമുക്ക് സംഭവിച്ചു. പൈശാചിക ശക്തികൾ ഉപകരണങ്ങളാക്കിയിരിക്കുന്ന സമയം വൈദികർ, സന്യസ്തർ, ദൈവമക്കളൊക്കെ സമർപ്പിച്ചു. പൈശാചിക ശക്തികളുടെ പൈശാചിക ഉപകരണങ്ങളാക്കിയിരിക്കുന്ന സകല മക്കളെയും ഈശോയെ നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. നട്ടെല്ല് സംബന്ധമായ രോഗപീഠയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.
ഉദര രോഗികളെ മുഴുവൻ സമർപ്പിക്കുന്ന യേശുവേ. വായ്ക്കകത്ത് രോഗങ്ങൾ, നാവിന് കുരുക്കൾ, ക്യാൻസറുള്ള മക്കളെ സമർപ്പിക്കുന്നു. വിക്കിൻ്റെ രോഗമുള്ള സമർപ്പിക്കുന്നു. മുഖത്ത് രോഗങ്ങളുള്ളവർ സമർപ്പിക്കുന്നു യേശുവേ. കണ്ണിനകത്ത് രോഗമുള്ള, കാഴ്ച ശക്തി നഷ്ടപ്പെട്ട മക്കൾ, ചെവിക്കകത്ത് രോഗമുണ്ട്, തലയ്ക്കകത്ത് ട്യൂമർ രോഗികൾ, ട്യൂമറുള്ളവർ സമർപ്പിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച മക്കള്, ഹെമറേജ് ഉള്ള മക്കള്, തലമുടി കൊടിയുന്ന രോഗമുള്ള മക്കള്, എല്ലാ അലർജി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശ്വാസമുട്ടൽ രോഗികൾ, കോവിഡ് മൂലം ശ്വാസമുട്ടൽ, പനിയ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശ്വാസകോശത്തിൻ്റെ ഭിത്തികളെല്ലാം കർത്താവെ ഏറ്റെടുക്കണം പ്രാർത്ഥിച്ചു. ട്യൂമറുകളുള്ള മക്കളെ സമർപ്പിക്കുന്നു. ആസ്മ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശരി. തൊണ്ടയ്ക്ക് ക്യാൻസറുള്ള മക്കൾ, ശബ്ദം നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിച്ചു. ഹാർട്ട് രോഗികളെ സമർപ്പിക്കുന്ന ഈശോയെ. ഹാർട്ട് രോഗികളെ സമയം, ലിവർ രോഗികൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, ലിവർ സിറോസിസ് രോഗങ്ങൾ ഈശോ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നടത്താമോ. ഈ സമയത്ത് അങ്ങനെ ശക്തമായ കരം നീട്ടി ഈ രോഗികളെ അത് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ബന്ധനം അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നടത്താമേ. പൈശാചിക ബന്ധനം അഴിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവദൂതന്മാരെ അവരുടെ അടുക്കിലേക്ക് അയക്കണം പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്ന ആളുകൾ അടുക്കിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ ശക്തി വ്യാപിക്കും. പരിശുദ്ധ വിഷയം ഒറ്റ വിളിച്ചോയേ.